ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന ക്രിസ്മസ് എക്സാമിനേഷനിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ തേർഡ് വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. Given x plus y whole square plus x minus y whole square equal to 2 into x square plus y square. അതിൽ A പാർട്ട് 3 plus y whole square plus dash whole square equal to 2 into 3 square plus y square. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 3യും വൈൻ്റെ പ്ലേസിൽ y തന്നെയാണുള്ളത്. 3 plus y whole square plus 3 minus y whole square എന്നായിട്ടാണ് മാറുക. ബി ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡാഷ് എന്നാണുള്ളത്. അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആൻസർ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. സി പാർട്ട് നോക്കുക. 21 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ. അപ്പോൾ അതിനെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിലേക്ക് ചേഞ്ച് ആക്കുകയാണ്. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അതേപോലെ 19 സ്ക്വയർ എന്ന് പറയുന്നത് 20 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഫോമിലായിട്ടുണ്ട്. ഇവിടെ എക്സ് ആയിട്ട് 20യും വൈ ആയിട്ട് 1ഉം ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് എങ്ങനെ ചേഞ്ച് ആവും? 2 ഇൻറ്റു 20 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നായി മാറും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 2 മീറ്റർ മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ് ഇഫ് ദ പെരിമീറ്റർ ഇസ് 44 മീറ്റർ. അതിൽ എ പാർട്ട് എൽ പ്ലസ് ബി ഫൈൻഡ് ചെയ്യുക. ബി പാർട്ട് കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്. ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് മീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ്. 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3x ആണ്. അതിനെക്കാട്ടും 2 മീറ്റർ മോർ. അപ്പോൾ എൽ എന്ന് പറയുന്നത് 3x പ്ലസ് 2 ആയിട്ട് എടുക്കാം. ഇനി എൽ പ്ലസ് ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല എന്താണ്? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ ഗിവൺ ആണ് 44 ആണ്. അപ്പോൾ 44നെ പെരിമീറ്ററിനെ 2h ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൽ പ്ലസ് ബി കിട്ടും. 44 ഡിവൈഡഡ് ബൈ 2 22 മീറ്റർ ആണ് എന്ത്? എൽ പ്ലസ് ബി വരിക. നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. അപ്പോൾ എൽ പ്ലസ് ബി 22 മീറ്റർ ആണ്. എല്ലിൻ്റെ പ്ലേസിൽ 3x പ്ലസ് 2 ആയിട്ട് റീറൈറ്റ് ചെയ്യുക. ബി എന്നുള്ളത് എക്സും കൊടുക്കുക. അപ്പോൾ 3x പ്ലസ് 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 22 ആണ്. 3x പ്ലസ് എക്സ് 4x. അപ്പോൾ 4x പ്ലസ് 2 ഈക്വൽ ടു 22 എന്ന് വരും. 4x പ്ലസ് 2 22 ആണെങ്കിൽ 4x എന്ന് പറയുന്നത് 22 മൈനസ് 2 ആണ്. 22 മൈനസ് 2 എത്രയാണ്? 20 ആണ്. 4x is equal to 20 എന്ന് വരും. അപ്പോൾ എക്സ് വാല്യൂ എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 5 മീറ്റർ. എൽ പ്ലസ് ബി ആണ് 22. അപ്പോൾ എൽ എന്ന് പറയുന്നത് 22 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 17 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാബു ഡെപ്പോസിറ്റഡ് 20,000 റുപ്പീസ് ഇൻ എ ബാങ്ക് വിച്ച് പേയ്സ് 6% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. അതിൽ എ പാർട്ട് വാട്ട് എമൗണ്ട് വിൽ ഹി ഗെറ്റ് ആഫ്റ്റർ 2 ഇയേഴ്സ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ പി എന്ന് പറയുന്നത് 20,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്ന് പറയുന്നത് 6% ആണ്. എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ഇയേഴ്സ്. നമ്മൾ ആദ്യം എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എമൗണ്ടിനൊരു ഫോർമുല ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ ആണ്. അപ്പോൾ അവിടെ പി ആർ എൻ അതിൻ്റെയൊക്കെ വാല്യൂസ് കൊടുക്കുകയാണ്. 20,000 ഇൻറ്റു 1 പ്ലസ് 6 ബൈ 100 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള 1 പ്ലസ് 6 ബൈ 100നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 106 ബൈ 100 എന്നാണ് കിട്ടുക. അപ്പോൾ 2000 ഇൻറ്റു 106 ബൈ 100 ഇൻറ്റു 106 ബൈ 100 എന്ന് വരും. കാരണം ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അതിനുശേഷം ആ സീറോസ് ക്യാൻസൽ ചെയ്യുക. സീറോസ് ക്യാൻസൽ ചെയ്യുമ്പം 2 ഇൻറ്റു 106 ഇൻറ്റു 106 എന്ന് വരും. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 22,472 റുപ്പീസാണ്. അപ്പോൾ 22,472 മൈനസ് 20,000 ചെയ്യുക. അപ്പോൾ 2,472 ആണ് അവിടെയുള്ള ഇൻട്രസ്റ്റ് കിട്ടുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്